Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Solve dou u by dou x plus dou u by dou y is equal to u with the initial condition u of x0 equal to e raised to 2x by applying the method of separation of variables. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? dou u by dou x plus dou u by dou y is equal to u. അത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട്. ഇനി assume the solution is u equal to x y. Assume the solution u is equal to x y where x is a function of x only, y is a function of y. അങ്ങനെ സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്തു u equal to x y എന്ന് എടുത്തു. ഈ x ന്റെ പ്രത്യേകത x ൽ x മാത്രമേ ഉള്ളൂ, y ൽ y. y is a function of x only, y is a function of y. then നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ 1 ലേക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. dou u by dou x കണ്ടുപിടിക്കാം. dou u by dou x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? x dash y കോൺസ്റ്റന്റ് ആണ് x dash. അതേപോലെ തന്നെ dou u by dou y കണ്ടുപിടിക്കാം. dou u by dou y ഇതിനെ നമ്മൾ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x y dash. അപ്പോൾ dou u by dou x കിട്ടി, dou u by dou y കിട്ടി. ഇത് രണ്ടും ഇക്വേഷൻ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x dash y plus x y dash is equal to u. u എന്ന് പറഞ്ഞാൽ എന്താണ്? x y. അപ്പോൾ u കംപ്ലീറ്റ് x y ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യണം? x dash y is equal to x y minus x y dash. ഈ x y dash അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ x dash y is equal to ഇവിടുത്തെ x പുറത്തെടുത്ത് കഴിയുമ്പോൾ y minus y dash. ഇനി x ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ x dash by x, y അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. y minus y dash by y എന്നുണ്ട്. Therefore each ratio is equal to a constant. ഈ കോൺസ്റ്റന്റ് നമ്മൾ എടുക്കുന്ന പേരാണ് സെപ്പറേഷൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഒരു സൈഡിൽ x മാത്രം വന്നു, ഈ സൈഡിൽ y മാത്രം വന്നു. That is equal to k. ഇനി നമുക്ക് ഈ x ഉം y ഉം കണ്ടുപിടിക്കാന്നുള്ളതാണ്. x ഉം y ഉം കണ്ടുപിടിച്ചോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ സൊല്യൂഷൻ ആയി. x y കണ്ടുപിടിക്കാം. അതിന് എന്ത് ചെയ്യണം നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് x dash by x is equal to k. അപ്പോൾ x dash സമയം എന്തായിരിക്കും? k into x ആയി. x dash by നമുക്ക് x dash by x is equal to k. ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x dash by x ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. അപ്പോൾ എന്തായാലും കിട്ടുന്നത് log x. log x. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ k into x. റൈറ്റ് ഹാൻഡ് സൈഡിൽ k into x. ഒരു കോൺസ്റ്റന്റ് ചേർക്കണം. കോൺസ്റ്റന്റ് നമ്മൾ log c1 log c. അപ്പോൾ നമുക്ക് log c1 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ log x minus log c1 is equal to kx എന്ന് പറഞ്ഞാൽ log x by c1, log a minus log b എന്ന് പറഞ്ഞാൽ എന്താണ്? log a by b. log x by c1 is equal to kx. then ഇവിടെ ടേക്ക് e എടുക്കാം. രണ്ട് വശത്തും എക്സ്പാൻഷൻ എടുക്കുമ്പോൾ e raised to log x by c1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x by c1. റൈറ്റ് ഹാൻഡ് സൈഡിൽ e raised to kx. രണ്ട് വശത്തും e എടുക്കുമ്പോൾ ഇവിടെ log ഉള്ളതുകൊണ്ട് x by c1 വരും. ഇവിടെ നമുക്ക് e raised to kx വരും. അപ്പോൾ x ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? c1 into e raised to kx. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിൽ x കിട്ടി. x എത്ര കിട്ടി? c1 into e raised to kx. അപ്പോൾ x കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? x dash by x equal to k കൊടുത്തു. സെപ്പറേഷൻ കോൺസ്റ്റന്റ് k കൊടുത്തു. അതിനുശേഷം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. വിത്ത് റെസ്പെക്ട് x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ x dash by x ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. therefore നമുക്ക് എന്ത് എഴുതാം? log of denominator, log of x. ഇവിടെ k നെ ചെയ്യുമ്പോൾ kx. ഒരു കോൺസ്റ്റന്റ് ചേർക്കണം. ഇവിടെ log ഉള്ളതുകൊണ്ട് ഇവിടെ log c1 എഴുതി. log c1 അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. log x minus log c1 equal to kx. log a minus log b എന്ന് പറഞ്ഞാൽ log a by b ആണ്. അപ്പോൾ x by c1 is equal to kx എന്ന് വന്നു.
ഇനി അതിനുശേഷം എന്ത് ചെയ്തു, രണ്ട് വശത്തും എക്സ്പോണൻഷ്യൽ എടുക്കാം. രണ്ട് വശത്തെ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ഇ റേസ് ടു ലോഗ് എക്സ് ബൈ സി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബൈ സി വൺ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇ റേസ് ടു കെ എക്സ് വരും. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു സി വൺ ഇൻറ്റു ഇ റേസ് ടു കെ എക്സ്. ഇനി നമുക്ക് അടുത്ത y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ സെപ്പറേഷൻ കോൺസ്റ്റന്റ്, രണ്ടാമത്തെ y മൈനസ് y ഡാഷ് ബൈ y ഈസ് ഈക്വൽ ടു k. അതിൽ നമുക്ക് y കണ്ടുപിടിക്കാം. y മൈനസ് y ഡാഷ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മൈനസ് y ഡാഷ് ബൈ y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, k. Then ഇവിടെ therefore 1 minus k, ഈ k ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, y dash by y അപ്പുറത്തേക്ക് പോകും, y dash by. That is y dash by y is equal to 1 minus k. 1 minus k. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y dash by y ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 minus k ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. അപ്പൊ ലോഗ് y. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും, 1 മൈനസ് k കോൺസ്റ്റന്റ് ആണ്, 1 മൈനസ് k y പ്ലസ് ലോഗ് c. ഇവിടെ c എടുത്തുകൊണ്ട് അവിടെ c. ഇനി ലോഗ് c2 നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലോഗ് y മൈനസ് ലോഗ് c2 ഈസ് ഈക്വൽ ടു 1 മൈനസ് k ഇൻറ്റു y. അപ്പൊ ലോഗ് y ബൈ c2 is equal to 1 minus k into y. 1 minus k into y. ഇനി എന്ത് ചെയ്യണം, അത് എക്സ്പോണൻഷ്യൽ എടുക്കണം. എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടും, y by c2, എക്സ്പോണൻഷ്യൽ y by c2 is equal to e raised to 1 minus k into y. Therefore y is equal to c2 into e raised to 1 minus k into y. y യുടെ വാല്യൂ നമുക്ക് കിട്ടി, x ന്റെ വാല്യൂ കിട്ടി. y യുടെ വാല്യൂ കിട്ടാനായിട്ട് എന്താ ചെയ്തത്, y മൈനസ് y ഡാഷ് ബൈ y ഈസ് ഈക്വൽ ടു k. അപ്പോൾ 1 മൈനസ് y ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മൈനസ് y ഡാഷ് ബൈ y ഈസ് ഈക്വൽ ടു k. അപ്പോൾ ഈ k നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 മൈനസ് k ഈസ് ഈക്വൽ ടു y ഡാഷ് ബൈ y. ദാറ്റ് ഈസ് y ഡാഷ് ബൈ y ഈസ് ഈക്വൽ ടു 1 മൈനസ് k. ഇനി നമ്മൾ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y ഡാഷ് ബൈ y ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്, ലോഗ് y. Log y is equal to 1 minus k എന്ന കോൺസ്റ്റന്റ് ഡിഫറൻസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 minus k into y ഒരു കോൺസ്റ്റന്റ് ചേർക്കണം, അത് log c2 ചേർക്കും. ആ log c2 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് log y minus log c2 equal to 1 minus k into y കിട്ടി. അപ്പോൾ log y by c2 is equal to 1 minus k into y കിട്ടി. ഇനി എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ y by c2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ log ഉള്ളതുകൊണ്ട് y by c2 റൈറ്റ് ഹാൻഡ് സൈഡ് e raised to 1 minus k into y. Therefore y is equal to c2 into 1 minus k into y. അപ്പൊ നമുക്ക് u എന്ന് പറഞ്ഞാൽ എന്താ സാധനം, u is equal to xy ആണ്. x ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം c1 into e raised to kx, y യുടെ സ്ഥാനത്ത് c2 into e raised to 1 minus k into y. That is c1 c2 e raised to kx പ്ലസ് ഇവിടെ നമുക്ക് e raised to kx രണ്ട് x raised ചെയ്യാം, into x raised to x raised to m പ്ലസ് എന്നാണ് 1 minus k into y. That is, therefore u is equal to ഈ c1 c2 ന് വരെ വലിയ കോൺസ്റ്റന്റ് c എന്ന കോൺസ്റ്റന്റ് കൊടുക്കുന്നു. where c1 c2 taken as capital c കൊടുക്കുന്നു. e raised to kx plus 1 minus ky. ഇവിടെ നമുക്ക് kx plus 1 minus k 1 plus 1 minus k into ഇതാണ് നമുക്ക് കിട്ടുന്ന യൂണിറ്റ്. ഈ കോൺസ്റ്റന്റ് സി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. കണ്ടീഷൻ എന്താണ്, given u of x0 is equal to e raised to 2x എന്നാണ്. അപ്പോൾ e raised to 2x is equal to റൈറ്റ് ഹാൻഡ് സൈഡില് y യുടെ സ്ഥാനത്ത് x ന്റെ സ്ഥാനത്ത് x തന്നെ, y യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. അപ്പൊ c into e raised to kx, ഇവിടെ y യുടെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ ആ ടൈം 0 ആയി. അപ്പോൾ e raised to 2x is equal to c into e raised to kx. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് c യുടെ വാല്യൂ നമുക്ക് 1 വരും, c യുടെ വാല്യൂ 1 വരും, k യുടെ വാല്യൂ നമുക്ക്
കെയുടെ വാല്യൂ 2. Therefore, u ന്റെ വാല്യൂ എത്രയാണ്? u is equal to 1 into e raised to x ന് k ക്ക് വരെ കൊടുക്കുമ്പോൾ 2x plus 1 minus k. കെയുടെ വാല്യൂ 2 കൊടുത്തു. അപ്പോൾ കെയുടെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? u is equal to, therefore u is equal to, ഇവിടെ c യുടെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു, 1 into e raised to k ക്ക് കൊടുക്കുമ്പോൾ 2x plus k യുടെ വാല്യൂ 2 കൊടുക്കുമ്പോൾ 1 minus 2 minus ആണ്, minus y. 1 minus 2 minus 1. Therefore u is equal to e raised to 2x minus y. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. The final answer will be u is equal to 2x minus y. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ചിട്ടാണ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് assume the solution as u is equal to xy, where x is a function of x only, y is a function of y only. അങ്ങനെ നമ്മൾ u equal to xy എന്ന് assume ചെയ്യണം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ എക്സും ഈ y കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ സൊല്യൂഷനായി. ഈ എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ ഡോ യു ബൈ ഡോ എക്സ് ഉണ്ട്, ഡോ യു ബൈ ഡോ വൈ ഉണ്ട്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്ത സൊല്യൂഷനിൽ നിന്നും ഈ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് രണ്ട് വശത്തേക്ക് മാറ്റിയെടുക്കും. ഒരു വശത്ത് എക്സും ഒരു വശത്ത് വൈയും മാത്രമേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ കോൺസ്റ്റന്റ് സെപ്പറേഷൻ കോൺസ്റ്റന്റ്. അതിനുശേഷം ആദ്യത്തെ റേഷ്യോ കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കും. രണ്ടാമത്തെ റേഷ്യോ കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് വൈ കണ്ടുപിടിക്കും. എക്സും വൈ കിട്ടിക്കഴിഞ്ഞാൽ യു ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് കിട്ടിയ വാല്യൂ എഴുതുന്നു, വൈയുടെ സ്ഥാനത്ത് വൈയുടെ വാല്യൂ എഴുതുന്നു. അങ്ങനെ നമ്മൾ യുവിന്റെ ആൻസർ കിട്ടി. ഇനി അതിലെ കോൺസ്റ്റന്റ് സിയും കെയും ഒക്കെ കിട്ടാനായിട്ട് ഒരു ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇനിഷ്യൽ കണ്ടീഷൻ? യു ഓഫ് x0 is equal to e raised to 2x എന്നാണ് തന്നിരിക്കുന്നത്. ആ കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ ഈ വൈയുടെ സ്ഥാനത്ത് 0 കൊടുക്കും. നമുക്കിപ്പോ കിട്ടിയ യു ഈക്വൽ ടു എക്സ് വൈയില് വൈയുടെ സ്ഥാനത്ത് 0 കൊടുക്കും. അങ്ങനെ വൈയുടെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? e raised to 2x equal to c into e raised to kx. ഇവിടെ 0 ആയിരുന്നു. വീണ്ടും ഇത് കമ്പയർ ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ 1ഉം കെയുടെ വാല്യൂ 2ഉം. ദെൻ നമ്മൾ ഈ സിയുടെ വാല്യൂ കെയുടെ വാല്യൂ യുവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കെയുടെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വൈയുടെ വാല്യൂ കെയുടെ വാല്യൂ ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഇസ് ഈക്വൽ ടു 1 into e raised to 2x minus y എന്ന് പറഞ്ഞാൽ യു ഇസ് ഈക്വൽ ടു 2x minus y. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ യു എന്ന് പറയുന്നത് എന്താണ്? e raised to 2x minus y. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഈ കഴിഞ്ഞ ഡിസംബർ 2023 2 മാസം മുമ്പ് നടന്ന പരീക്ഷയാണ്. ഡിസംബർ 2023 7 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.